empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് പുതിയ നിയമത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം കണ്ടുവരുന്ന ലീദിയയെ കുറിച്ചായിരുന്നു. ഫിലിപ്പി പട്ടണത്തിൽ തന്റെ ബിസിനസ് ആവശ്യത്തിനായി കടന്നു വന്ന ലീദിയ പൗലോസ് സ്ലീഹായിൽ നിന്ന് എങ്ങനെ സുവിശേഷം സ്വീകരിച്ചുവെന്നും അതിനുശേഷം അവൾ എങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെട്ടുവെന്നും നമ്മൾ കണ്ടു. അങ്ങനെ പുതിയ സൃഷ്ടിയായി തീർന്ന ലീദിയ താനുമായി ബന്ധപ്പെട്ട എല്ലാ സാധ്യതകളും സുവിശേഷത്തിനായി എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് നമ്മൾ കണ്ടു. തന്റെ വാക്കുകളും പെരുമാറ്റവും താനുമായി ഇടപഴകുന്ന വ്യക്തികളുടെ സ്വാധീനങ്ങളും എല്ലാം സുവിശേഷത്തിന്റെ വ്യാപനത്തിനു വേണ്ടി അവൾ ഉപയോഗിച്ചു. ലീദിയയിലൂടെ ഒത്തിരിയേറെ പാഠങ്ങൾ കർത്താവ് നാം ഓരോരുത്തർക്കും വ്യക്തിപരമായി നൽകിയിട്ടുണ്ട്. അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ മുന്നേറുവാനായി നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് കടന്നു വരാം. സങ്കീർത്തകനായ ദാവീദ് 57-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ദാവീദ് രാജാവ് ഏറ്റു പറയുകയാണ്, അത്യുന്നതനായ, എനിക്ക് വേണ്ടുന്നതെല്ലാം കരുതുന്ന, എനിക്ക് ആവശ്യമായതെല്ലാം നൽകുന്ന ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാമെന്ന്, വിളിച്ചപേക്ഷിക്കാമെന്ന്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദാവീദ് രാജാവിന് തന്റെ ദൈവമായ കർത്താവിൽ ഉണ്ടായിരുന്ന ഈ ഒരു കോൺഫിഡൻസ്, അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമായതെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്തി തരുമെന്ന് ഉള്ള ആ ഒരു ബോധ്യം, ആ ഒരു ഉറപ്പ്, അതിലേക്ക് ദാവീദ് രാജാവ് നമ്മെ ക്ഷണിക്കുന്നേ. ആ ഒരു വിളിയിലേക്ക്, ആ ഒരു വിളി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കർത്താവിനെ ആത്മാർത്ഥമായി നമുക്ക് വിളിച്ചപേക്ഷിക്കാം, നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നയിപ്പ് നമ്മുടെ ശുശ്രൂഷയിൽ ഉടനീളം ഉണ്ടാകുവാൻ നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഏക മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ ശുശ്രൂഷയിലേക്ക് കടന്നു വരണമേ. ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും ഭവന അന്തരീക്ഷത്തിലേക്ക് പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ആരാധന, ഈശോയെ ആരാധന. രാജാധിരാജാവിൻ ആരാധന. ഞങ്ങളുടെ രാജാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ നീ. ഈശോയേ, പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന. ആരാധന ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ചേർത്ത് തരുന്ന ഞങ്ങളുടെ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. നീയല്ലാതെ വേറെ ദൈവമില്ല. ഈശോയെ, അങ്ങാണ് ഞങ്ങളുടെ ദൈവം. മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടും നീ. നീയാണ് ദൈവമൻ എൻ പിതാവേ. നമുക്ക്
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ കൂട്ടായ്മ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ ഏറ്റെടുക്കണമേ, ശുശ്രൂഷ ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ സ്ത്രീകളും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അത്യുന്നതനായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി, സ്വർഗത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. വിശുദ്ധ യൗസേ പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ സ്വർഗത്തിന് സന്തോഷം നൽകുന്ന, ദൈവഹിതം പൂർത്തീകരിക്കുന്ന കുടുംബങ്ങളായി മാറുവാൻ യൗസേ പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ ആമേൻ. യേശു ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ക്രിസ്മസിനോട് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവായ നമ്മുടെ കർത്താവ് ഒരു ശിശുവായി, ഒരു കുഞ്ഞു പൈതലായി ഭൂമിയിലേക്ക് ജാതനായതിന്റെ ഓർമ്മയാണല്ലോ നമ്മൾ ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ ശുശ്രൂഷയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരു ശ്രേഷ്ഠ വനിതയെക്കുറിച്ച് നമ്മൾ തുടർന്ന് പഠിക്കുവാനായി പോവുകയാണ് എന്നാണ്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ശ്രേഷ്ഠ വനിത എന്ന് പറയുമ്പോൾ തന്നെ ഒന്നാമതായി നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ അമ്മ മാതാവ് തന്നെയാണ്. തീർച്ചയായും ക്രിസ്മസിന്റെ പിന്നിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ശ്രേഷ്ഠ വനിത അമ്മ മാതാവ് തന്നെയാണ്. എന്നാൽ ഇന്ന് നാം ഇവിടെ പഠിക്കുവാനായി പോകുന്നത് അമ്മ മാതാവിന് വളരെ സപ്പോർട്ടീവായി, അമ്മ മാതാവിന് സാന്ത്വനമായി, ശക്തിയായി തീർന്ന മറ്റൊരു ശ്രേഷ്ഠ വനിതയെ കുറിച്ച് ലൂക്കാ സുവിശേഷകൻ പറയുന്നുണ്ട്. ആ സ്ത്രീയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ആദ്യ അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ടുമുട്ടുന്ന എലിസബത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. എലിസബത്തിലൂടെ കർത്താവ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ആവശ്യമായ പാഠങ്ങൾ പകർന്നു നൽകാനായി പോവുകയാണ്. നമുക്കറിയാം സക്കറിയ എലിസബത്ത് ദമ്പതികളെ കുറിച്ച്. സ്നാപക യോഹന്നാന്റെ മാതാപിതാക്കളാണവർ. എന്നാൽ അവരുടെ ആദ്യകാലം ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച ദമ്പതികളായിരുന്നു അവർ. സക്കറിയായും എലിസബത്തും ഒരു കുഞ്ഞിന് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് കാത്തിരുന്ന് കർത്താവ് അവരുടെ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ അവർക്ക് നൽകുകയായിരുന്നു. അതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത് അമ്മ മാതാവിന്റെ ജീവിതത്തിൽ ഈ എലിസബത്ത് വഹിച്ച ആ ഒരു വലിയ പങ്കിനെ കുറിച്ചാണ്. നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 36-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. മംഗളവാർത്തയുമായി വന്ന ദൈവദൂതൻ അമ്മ മാതാവിനോട് പറയുകയാണ്, ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. എന്റെ പ്രിയ സഹോദരരെ, അമ്മ മാതാവിന് മംഗളവാർത്തയുമായി വന്ന ദൈവദൂതൻ ഗബ്രിയേൽ മാലാഖ അമ്മ മാതാവിന് കൊടുക്കുന്ന ഒരു കൺഫർമേഷൻ ആയിരുന്നു, വൃദ്ധയായ നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് ഗർഭിണിയാണ് എന്ന വാർത്ത. ചാർച്ചക്കാരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു റിലേറ്റീവ് എന്നാണ് അതിന്റെ അർത്ഥം. ആ ബന്ധം എന്താണെന്ന് പരിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നില്ല. ഗബ്രിയേൽ ദൂതൻ തന്റെ സന്ദേശം അറിയിച്ചു കഴിഞ്ഞ ഉടനെ തിടുക്കത്തിൽ അമ്മ മാതാവ് എലിസബത്തിന്റെ അടുക്കലേക്ക് ഓടുന്നുണ്ട്. സ്വർഗം തനിക്ക് നൽകിയ ആ ഒരു കൺഫർമേഷൻ
അത് സത്യമാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അമ്മ മാതാവ് ഓടുകയാണ്. വചനം എന്താ പറയുന്നേ? 1-ാം അധ്യായം 39-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. എങ്ങോട്ടായിരുന്നു അമ്മ മാതാവ് തിടുക്കത്തിൽ പോയതെന്ന് അടുത്ത വചനം വ്യക്തമായി പറയുന്നുണ്ട്. 40-ാം വാക്യം പറയുകയാണ്, അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. എന്റെ പ്രിയ സഹോദരിമാരെ, അവിടെ അമ്മ മാതാവും എലിസബത്തും കൂടി ഒരുമിച്ച് വരുമ്പോൾ കർത്താവിന്റെ അസാധ്യതകളെ സാധ്യമാക്കുന്നതിന്റെ 2 തെളിവുകൾ അവിടെ ഒരുമിക്കുകയായിരുന്നു. നമുക്കറിയാം, എലിസബത്ത് വൃദ്ധയായിരുന്നു, ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു എന്ന് പരിശുദ്ധ വചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അമ്മ മാതാവ് കന്യകാ പ്രായത്തിലായിരുന്നു. 2 പേരും മാനുഷികമായി പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ് അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. ഈ സമയത്ത് സ്നാപക യോഹന്നാൻ എലിസബത്തിന്റെ ഉദരത്തിൽ വന്നിട്ട് ഏകദേശം 6 മാസമായിട്ടുണ്ട്. അമ്മ മാതാവ് തന്റെ ഗർഭധാരണത്തിന്റെ ആരംഭ ദിശയിലാണ് എലിസബത്തിനെ കാണുവാനായി ഓടിച്ചെല്ലുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ അമ്മ മാതാവ് തന്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലും എലിസബത്ത് തന്റെ ലാസ്റ്റ് ട്രൈമസ്റ്ററിലും വന്ന് നിൽക്കുകയാണ്. അവര് 2 പേരും ആ ഒരു ഗർഭാവസ്ഥയിൽ പരസ്പരം വലിയ ശക്തിയായി പ്രോത്സാഹനമായി മാറുന്നതാണ് നമ്മൾ തുടർന്ന് കാണുന്നത്. അമ്മ മാതാവിനെ കണ്ട എലിസബത്ത് ഉടൻ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അടുത്ത വചനത്തിൽ 41-ാമത്തെ വചനത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തുടർന്നങ്ങോട്ട് ഒരു പ്രവാചക അഭിഷേകത്താൽ നിറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മ മാതാവിന്റെ ഉദരത്തിലെ ശിശു ജനിക്കുവാനിരിക്കുന്ന രക്ഷകനാണെന്നും അതുമായി ബന്ധപ്പെട്ട് അമ്മ മാതാവിനെ ശക്തീകരിക്കുന്ന വാക്കുകളാണ് എലിസബത്ത് പറയുന്നത്. നമുക്ക് ആ വചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഒരു പ്രവാചകയായിട്ട് മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അമ്മ മാതാവിന്റെ ഉദരത്തിലുള്ള ശിശു ആരാണെന്നും ആ ശിശുവിലൂടെ ലോകത്തിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്നും എല്ലാം എലിസബത്ത് പറയുകയാണ്. ഗബ്രിയേൽ മാലാഖയിൽ നിന്നും ആ ഒരു മംഗള വാർത്ത സ്വീകരിച്ചപ്പോൾ അമ്മ മാതാവ് ശരിക്കും ഒന്ന് പകച്ചുപോയി കാണണം. അമ്മ മാതാവ് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. അമ്മ മാതാവ് അസ്വസ്ഥയായി എന്നും തിരുവചനം പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിൽ നിന്നും അതേ കാര്യത്തിന്റെ സ്ഥിരീകരണം ലഭിച്ചപ്പോൾ, സ്വർഗം നൽകിയ ഒരു കൺഫർമേഷൻ അത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അമ്മ മാതാവ് ഈ എലിസബത്ത് പറഞ്ഞ വാക്കുകളിലൂടെ വലിയൊരു ശക്തി സ്വീകരിക്കുകയായിരുന്നു. മാലാഖയിൽ നിന്നും ആ ഒരു അറിയിപ്പ് ലഭിച്ചപ്പോൾ അമ്മ മാതാവ് സ്തോത്രഗീതം പാടിയതായി നമ്മൾ കാണുന്നില്ല. എന്നാൽ എലിസബത്തിൽ നിന്നും ആ ഒരു പ്രവാചക ശബ്ദം കേട്ട ഉടനെ അമ്മ മാതാവ് സ്തോത്രഗീതം ആലപിക്കുകയാണ്. ശക്തനായ തന്റെ കർത്താവിനെ പാടി പുകഴ്ത്തുകയാണ്. സന്തോഷത്താൽ മതിമറക്കുകയാണ്. അമ്മ മാതാവിന് ഒരു മനുഷ്യന്റെ സാന്നിധ്യവും ശക്തീകരണവും ഏറ്റവും ആവശ്യമായിരുന്ന ആ സമയത്ത് സ്വർഗം നിയോഗിച്ചു വെച്ച വ്യക്തിയായിരുന്നു എലിസബത്ത്. അമ്മ മാതാവിന് എലിസബത്തിൽ നിന്ന് ലഭിച്ച ആ ഒരു പ്രോത്സാഹനം, ആ ഒരു ശക്തീകരണം, അത് നമുക്ക് വാക്കുകളിൽ വിവരിക്കാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ആ ഒരു അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയേ. ലോകത്തിന്റെ മുൻപിൽ യാതൊരു എക്സ്പ്ലനേഷനും ഇല്ലാത്ത കൺഫ്യൂസ്ഡ് ആയ ആ ഒരു സമയത്ത് എലിസബത്തിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് വലിയൊരു സാന്ത്വനം ലഭിക്കുകയായിരുന്നു.
വലിയൊരു ശക്തീകരണം ലഭിക്കുകയായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ എലിസബത്ത് ഇവിടെ ചെയ്ത ഈ ഒരു റോള് വളരെ ഭംഗിയായി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എലിസബത്ത് പൂർത്തീകരിച്ച ആ ഒരു റോള് നാം ഓരോരുത്തരും പലരുടെയും ജീവിതത്തിൽ പൂർത്തീകരിക്കുവാനായി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ സാമീപ്യം, നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമാണോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ അവരുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ, കർത്താവിൽ കൂടുതൽ അവരെ ബലപ്പെടുത്തുവാൻ ഉപകരിക്കുന്നതാണോ? നമ്മൾ കണ്ടതാണ് സുഭാഷിതങ്ങൾ 31 അധ്യായം അവിടെ 26 വാക്യത്തിൽ ജ്ഞാനമുള്ള ഒരു സ്ത്രീയുടെ പ്രത്യേകത പരിശുദ്ധ ബൈബിൾ നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നുണ്ട്. അവൾ വായ് തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ. ദയാമസൃണമായ ഉപദേശം അവളുടെ നാവിലുണ്ട്. ഇതല്ലേ എലിസബത്തിൽ നമ്മൾ കണ്ടത്? എലിസബത്ത് അവിടെ വായ് തുറന്നു കഴിഞ്ഞപ്പോൾ വളരെ ദയാമസൃണമായ, പ്രോത്സാഹനജനകമായ, ശക്തീകരിക്കുന്ന വാക്കുകളാണ് അവളുടെ അധരത്തിൽ നിന്ന് പുറത്തു വന്നത്. അമ്മ മാതാവിന് തന്നെ വലിയൊരു ശക്തിയായി ആ വാക്കുകൾ മാറുകയായിരുന്നു. എന്റെ പ്രിയ സഹോദരരെ, നാം ആയിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഒത്തിരിയേറെ വ്യക്തികളുമായി നമ്മൾ ഇടപഴകുന്നുണ്ട്. അവരൊക്കെ വിവിധ പ്രശ്നങ്ങളായിരിക്കാം, വിവിധ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. അവരുടെ ആ ഒരു പ്രശ്നത്തിൽ, പ്രതിസന്ധി സമയത്ത് നമ്മളുടെ വാക്കുകൾക്ക് അവരെ ആശ്വസിപ്പിക്കാൻ, അവരെ ശക്തീകരിക്കുവാനുള്ള കഴിവുണ്ട്. അതിനായിട്ട് കർത്താവ് നമുക്ക് പ്രത്യേക നിയോഗം തന്നിട്ടുണ്ട്. ജ്ഞാനമുള്ള സ്ത്രീയുടെ ഒരു വലിയ പ്രത്യേകതയായിട്ടാ പരിശുദ്ധ വചനം അത് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50 അധ്യായം അവിടെ 4 വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്: പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പരീക്ഷീണന്, ബുദ്ധിമുട്ടി നിൽക്കുന്നവന്, പ്രശ്നങ്ങളെ നേരിടുന്നവന് ആശ്വാസം നൽകുന്ന വാക്ക്, അതാണ് നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരേണ്ടത്. അത് തന്നെയാണ് ഇവിടെ എലിസബത്തിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മയെ തന്റെ വാക്കിലൂടെ എലിസബത്ത് ശക്തിപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അമ്മ മാതാവിനെ തന്റെ വിളി വ്യക്തമാക്കി കൊടുക്കുകയാണ്. അത് കേട്ട് ശക്തിപ്പെട്ട അമ്മ മാതാവ് സ്തോത്രഗീതം ആലപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാ. നമുക്കറിയുന്നതാണ്, നമ്മളിൽ പലരും അമ്മ മാതാവിന്റെ സ്തോത്രഗീതം ഏറ്റുപാടുന്നവരാണ്. ആ സ്തോത്രഗീതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ, കർത്താവിന്റെ പ്രവർത്തികളെ അമ്മ മാതാവ് ഉയർത്തുകയാ ചെയ്യുന്നേ. എലിസബത്തിന്റെ വാക്കുകൾക്ക് വലിയ ഒരു എഫക്റ്റ് ആണ് അമ്മ മാതാവിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. തുടർന്ന് തിരുവചനം എന്താ പറയുന്നേ? 1 അധ്യായത്തിന്റെ 56 വാക്യത്തിൽ തിരുവചനം പറയുകയാണ്: മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. അവളുടെ കൂടെ, എലിസബത്തിന്റെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. അമ്മ മാതാവ് തന്റെ ഗർഭാവസ്ഥയിലെ ആദ്യത്തെ 3 മാസക്കാലം എലിസബത്തിനോട് കൂടെ ചെലവഴിക്കുകയാണ്. എലിസബത്തും അമ്മ മാതാവ് കടന്നു വരുന്ന സമയത്ത് എലിസബത്ത് 6 മാസത്തിലായിരുന്നു. ഇപ്പോൾ 3 മാസം എന്ന് പറയുമ്പോൾ ഏകദേശം പ്രസവ സമയം അടുത്ത് കാണും, ചിലപ്പോൾ പ്രസവിച്ചു കാണും, നമുക്ക് അറിഞ്ഞുകൂടാ. വ്യക്തമായി പരിശുദ്ധ വചനം അത് പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ആ ഒരു 3 മാസക്കാലം അവർ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ച്, കർത്താവിനെ മഹത്വപ്പെടുത്തി, പരസ്പരം ശക്തിപ്പെടുത്തി, പ്രോത്സാഹിപ്പിച്ച്, ബലപ്പെടുത്തി ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ എലിസബത്തിന്റെ സാന്നിധ്യം എത്രമാത്രം അമ്മ മാതാവിന് സാന്ത്വനമായിട്ടുണ്ടാകാം, എത്രമാത്രം അമ്മയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടാകാം, പ്രോത്സാഹനമായി മാറിയിട്ടുണ്ടാകാം. എന്റെ പ്രിയ സഹോദരരെ, ഈ ഒരു വിളിയാണ് കർത്താവ് ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിലൂടെ നമുക്ക് നൽകുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറുവാൻ, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ വാക്കുകൾ അവർക്കൊരു അനുഗ്രഹമായി മാറുവാനാ കർത്താവ് നമ്മളെ വിളിക്കുന്നത്. തന്റെ മനുഷ്യനായി അവതരിച്ച ആ ഈശോയുടെ ആദ്യത്തെ 3 മാസക്കാലം, ഗർഭാവസ്ഥയിലായ ആ ഈശോയുടെ ആദ്യ 3 മാസക്കാലം സ്വർഗം നിയോഗിച്ചു നൽകിയ സാമീപ്യമായിരുന്നു എലിസബത്ത്. അത്രമാത്രം എല്ലാം കൃത്യമായി ക്രമീകരിച്ച് പിതാവായി ദൈവം നടത്തുമ്പോൾ തന്റെ മകന് ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും സേഫായ സാമീപ്യമായി പിതാവായി ദൈവം തെരഞ്ഞെടുത്തത് എലിസബത്തിനെ ആയിരുന്നു. ആ ഒരു വിളി
നമ്മുടെ സാന്നിധ്യം, നമ്മുടെ സാമീപ്യം സ്വർഗം വിലമതിക്കുന്നതായി തീരുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറുവാൻ ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വാക്കുകളും നമ്മുടെ സാമീപ്യവും അനേകർക്ക് സാന്ത്വനമായി, ശക്തിയായി, ആത്മീയമായി അവരെ വളർത്തുന്നതായി മാറട്ടെ. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകിയ ഈ ഒരു ആഹ്വാനം, തിരുവചനത്തിലൂടെ നമുക്ക് ലഭിച്ച ഈ ആഹ്വാനം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. എന്റെ ഭാരങ്ങൾ ഹല്ലേലൂയ. മാറിപ്പോയി എന്റെ ദുഃഖങ്ങൾ, ഈശോയെ സൗഖ്യമായി എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, ഈശോയെ മാറിപ്പോയി എന്റെ ദുഃഖങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. നമുക്ക് ചേർന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായും, നമ്മളെ നടത്തുന്ന വിധങ്ങൾക്കായും, നമുക്ക് നൽകുന്ന ആഹ്വാനങ്ങൾക്കായും നമുക്ക് ചേർന്ന് നമ്മുടെ കർത്താവിനെ നന്ദി പറഞ്ഞ് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പാടിടും ഹല്ലേലൂയ. യേശുവിനെ ഈശോയെ ആരാധിക്കും. ആരാധന. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ആമേൻ. സർവശക്തനായ കർത്താവേ, ഹല്ലേലൂയ. ഞാൻ പാടിടും ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കും. ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും ഹല്ലേലൂയ. സർവശക്തനായവനെ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ. വാഴ്ത്തിടും സർവശക്തനായവനെ. നന്ദി ഈശോയെ. സർവശക്തനായ കർത്താവേ, ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്ന അനുഗ്രഹങ്ങൾക്കായി, ഞങ്ങളെ നടത്തുന്ന വഴികൾക്കായി, വചനത്തിലൂടെ ഞങ്ങളെ അനുദിനം നയിക്കുന്നതിനായി കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എലിസബത്തിന്റെ ജീവിതത്തിലൂടെ മറ്റൊരു പാഠവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും പ്രാർത്ഥനയിൽ നമുക്ക് ഒരേ ആത്മാവിൽ നമുക്ക് പരസ്പരം ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാം. ഇന്ന് നമ്മൾ പഠിച്ചതുപോലെ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ വാക്കുകളും നമ്മുടെ ആ ഒരു സാമീപ്യവും എല്ലാം അനുഗ്രഹമായി മാറുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ആ ഒരു കൃപ സ്വന്തമാക്കാം. അനേകരോട് ഇനിയും നിങ്ങളെ ശുശ്രൂഷയെക്കുറിച്ച് പറയണം. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ ശുശ്രൂഷയും ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങള്, ആവശ്യങ്ങള്, അതുപോലെ ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകാം. ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾ ഓരോരുത്തർക്കും നേരുകയാണ്. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.